ഹലോ, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് വന്നതാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മളൊരു ഗോവൻ ട്രിപ്പിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം രാത്രിയോടുകൂടി ഞങ്ങൾ മംഗലാപുരത്ത് എത്തിയിട്ടോ. മംഗലാപുരത്ത് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്, അപ്പോൾ അങ്ങടേക്ക് പോയതാണ് കേട്ടോ. അവിടെ നിന്നൊരു പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ ഗോവൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കസിൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അതായത് എൻ്റെ വല്യമ്മച്ചിയുടെ മോള്. പേര് രേഷ്മ, ഹസ്ബൻഡിൻ്റെ പേര് മനു. അവർക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തത് ഒരു പെൺകുട്ടിയും ഇളയത് ഒരു ആൺകുട്ടിയും. സത്യം പറഞ്ഞാൽ പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പോൾ ട്രിപ്പൊക്കെ എന്താവും, പിള്ളേരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻസൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 3 ആളും ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിട്ടോ. ഇനി ഇത്തിരിയെങ്കിലും കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൂട്ടൻ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. അങ്ങനത്തെ ആ ഒരു 9 മണിയൊക്കെ ആവാറായപ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൾറെഡി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറിയൊക്കെ തലേന്ന് നൈറ്റ് തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ചൂടാക്കാതെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. പിന്നെ റെഡിമെയ്ഡ് പത്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പിള്ളേർക്കും കൊടുത്തു, ഞങ്ങളും കഴിച്ചു. ഇതാ ഞങ്ങളുടെ ഗോവൻ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ സ്ഥലം ഒട്ടുമിക്ക മലയാളികളും മറക്കാത്തൊരു സ്ഥലമാണ്. ഷിരൂർ. നമ്മുടെ എന്താ പറയുക, അർജുനെ ഓർക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അവിടെ കണ്ടപ്പോഴേക്കും എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാനായിട്ട് തോന്നി. അതൊക്കെ കണ്ടു. അങ്ങനെ ഇതാ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ റൂമിൽ എത്തിച്ചേർന്നു കേട്ടോ. നമ്മൾ ഗോവയിലെത്തി. 2 റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിത്ത് പൂള്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു റൂം തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരു 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ റൂമിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര 1 മണിയോളം യാത്ര തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിശപ്പും. അപ്പോൾ ഫുഡ് വേഗം കഴിക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി. ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ കരുതിയിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ റൂമിൽ നിന്ന് നമ്മുടെ വിൻഡോയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ പൂളാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിള്ളേരൊക്കെ പൂളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പിള്ളേർക്ക് പിന്നെ വെള്ളം കണ്ടാൽ മതിയല്ലോ. ഇതാണ് കേട്ടോ അവരുടെ റൂം. അവരുടെ റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി സെറ്റപ്പൊക്കെ ഉണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം റെഡിയായിട്ട് ബാഗാ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ഒരു സമയം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 4 മണിയല്ല, സത്യത്തിൽ 5 മണി ആയിട്ടോ. 4 മണിക്ക് റെഡിയായി ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പിള്ളേരൊക്കെ പെട്ടി പൂട്ടി നമ്മൾ പെണ്ണുങ്ങളും റെഡിയായി ഇറങ്ങുമ്പോൾ എന്തായാലും 5 മണിയായി. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ പുറപ്പെടാനുള്ള പരിപാടിയിലാണ്. സത്യം പറഞ്ഞാൽ ആർക്കും ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ലേറ്റായിട്ടാണ് ഞങ്ങൾ തലേന്ന് കിടന്നത് തന്നെ. പിന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റ് യാത്രയും തുടർന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, അവരുറങ്ങിയാലേ നമുക്കൊന്നും മര്യാദക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അവരാരും മര്യാദക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഞങ്ങൾക്കും വലിയ ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഗോവയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗോവയിലേക്ക് വരുന്നത്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ ആദ്യം പോകണം എന്നൊന്നും ഞങ്ങൾക്ക് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഏതൊക്കെ നല്ല പ്ലേസസ് ആണ് ഗോവയിലുള്ളത് ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് അങ്ങോട്ട് പോകുമോ എന്നെ എന്നുള്ള മൈൻഡിൽ പോയി. ആദ്യം തന്നെ ഞങ്ങൾ ബാഗാ ബീച്ച് അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഗോവയിൽ വന്നാൽ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ അതെന്തായാലും ബാഗാ ബീച്ചിലേക്കായിരിക്കും. ബാഗാ ബീച്ച് ഗോവയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു പ്ലേസ് തന്നെയാണെന്ന് പറയാം കേട്ടോ. എന്നുവെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര അടിപൊളിയാണ് ബാഗാ ബീച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ ബാഗാ ബീച്ചിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. അപ്പോൾ ബാഗാ ബീച്ചിൽ എത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായിരുന്നു.
ഫസ്റ്റ് ടൈമാണോ? അയ്യോ നടക്കല്ലേ. അങ്ങനെ ഇതാ പിള്ളേരായിട്ട് വെള്ളത്തിലൊക്കെ കുറേ നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ ബീച്ച് റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. ശരിക്കും ഒരു എൻജോയ്മെൻറ്റ് വൈബായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മുടെ ബാച്ചിലേഴ്സൊക്കെ കണ്ടില്ലേ, ബിയറൊക്കെ നല്ല ചിൽഡ് ബിയറൊക്കെ ആയിട്ട്. ബാച്ചിലേഴ്സ് മാത്രമല്ല കേട്ടോ, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഒരുപോലെ എന്താ പറയുക, അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ബാഗ ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചേട്ടന്മാർ 2 പേരും ബിയറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്നു. ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു ബ്രീസറും സ്ട്രോബെറി ഫ്ലേവറുള്ള ബ്രീസറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ലേഡീസിന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഞാൻ പൊതുവേ ഈ സംഭവങ്ങളൊന്നും കഴിക്കാത്ത ആളായിരുന്നു. പക്ഷേ ഏട്ടനൊക്കെ പറഞ്ഞു ബ്രീസർ ലെസ് ആൽക്കഹോളിക് ആണോ, ഒന്ന് ട്രൈ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് പോലെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്താ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ബ്രീസർ. എല്ലാവരും എൻ്റെ എക്സ്പ്രഷൻ അറിയാനായിട്ട് എൻ്റെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ എക്സ്പ്രഷനൊന്നും തോന്നില്ല. നമ്മൾ സാധാ ജ്യൂസൊക്കെ കുടിക്കുന്ന പോലെ സോഫ്റ്റ് ഡ്രിങ്ക് പോലെയൊക്കെ തന്നെ തോന്നിയിട്ടുള്ളൂ. പിന്നെ അങ്ങത് ഇറങ്ങി ചെല്ലുമ്പോൾ ചെറിയൊരു നെഞ്ചിനൊരു എരിച്ചിലും പുകച്ചിലൊക്കെ തോന്നുമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതാ അവിടെ ഇരുന്ന് തന്നെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നു, അതും കഴിച്ചു സോസൊക്കെ കൂട്ടി. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല അങ്ങോട്ട് അർമ്മതിക്കലായിരുന്നു. എല്ലാവരും ഡാൻസും പാട്ടും മേളം തുടങ്ങട്ടെ എന്ന് പറയുന്ന പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡിന്നർ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. റൂമിലേക്ക് പോന്നു. നേരെ അവിടെ നിന്ന് റൂമിലിരുന്ന് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. ഇതിപ്പോൾ രാവിലെ ആയിട്ടോ. രാവിലെ ഒരു 9 മണിയൊക്കെ ആയി എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ തന്നെ. എന്നിട്ട് ആ പിള്ളേരെയൊക്കെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് പൂളിലേക്ക് ഇറങ്ങിയതാണ്. മറ്റു റൗണ്ട്സ് ഒന്നും ഇല്ലല്ലേ? വായിൽ കയറില്ല ചുഞ്ഞി, ആ വെള്ളം വായിൽ കയറില്ലേ? പേടിച്ച് നടക്കണത് ഈ വാര പിടിക്കാൻ പോണ കേട്ടോ. പേടിത്തൊണ്ടൻ. ഇവക്കും കൊടുക്ക കളിക്കാന്. അങ്ങനെ പൂളിൽ കുറേ നേരം പിള്ളേരൊക്കെ ആയിട്ടൊന്ന് കളിച്ചു. എന്നിട്ട് ഞങ്ങളത് കുളിച്ച് ഫ്രഷായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് പോവാണ്. ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പറഞ്ഞില്ല കേട്ടോ, പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഞങ്ങളിതാ ഇവിടെയാണ് എത്തിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് പേരൊക്കെ നോക്കാനായിട്ട് ഞാൻ മറന്നു കേട്ടോ. പേര് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറാണ്. എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ മാത്തുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു.
അങ്ങനെ ഞങ്ങളുടെ ഓർഡർ അനുസരിച്ചുള്ള മസാല ദോശയൊക്കെ എത്തിയിട്ടുണ്ട്. മസാല ദോശ തരക്കേടില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള മസാല ദോശ തന്നെയായിരുന്നു. പിന്നെ ചമ്മന്തി ഇവരുടെ ഒരു പീനട്ട് കൊണ്ടുള്ള ഒരു ചമ്മന്തി തോന്നുന്നു, നല്ലൊരു വെള്ള ചമ്മന്തി ഇട്ടു, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ചമ്മന്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെന്താ മനച്ചേട്ടൻ ഓർഡർ ചെയ്ത പൂരി ഭാജി എത്തി, അതും അടിപൊളിയായിരുന്നു കേട്ടോ. പൂരി ഭാജി നല്ല ടേസ്റ്റ് ആയിരുന്നു. 4 പൂരി ഉണ്ടായിരുന്നു, കുട്ടി കുട്ടി പൂരീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു എല്ലാവരും കൂടി. ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പോകുന്ന വഴി നല്ല സ്പോട്ടൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, അടിപൊളിയാണ്. പിന്നെ പണ്ടത്തെ ബസ്സും ഒക്കെ കാണാൻ പറ്റൂട്ടോ ഇവിടെ. എല്ലാം പണ്ടത്തെ ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ കളർ കോമ്പിനേഷൻ, പെയിൻറ്റിങ്ങിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ്, യെല്ലോ ആൻഡ് വൈറ്റ്, എല്ലാം വൈറ്റിനോട് ചേർന്ന ഒരു കോമ്പിനേഷൻസ് ഒക്കെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെയുള്ളൊരു പള്ളിയിൽ വന്നേക്കാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു പള്ളി, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അപ്പോൾ അവിടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഷാനുട്ടിന് വാട്ടർമെലൺ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തു. നല്ല വെയിലായിരുന്നു കേട്ടോ. എന്നാലും ആ മരത്തിൻ്റെ തണലിൽ എത്രയോ പേരിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പള്ളി കാണാനായിട്ട് ചിലവരൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് നിന്ന് ആ ഒരു ബിൽഡിംഗ് കണ്ടോ, അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അപ്പുറത്തെ പള്ളിയിൽ നമുക്ക് കയറാൻ പറ്റും. അവിടെ ഞങ്ങൾ പോയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ സമയം ഒരു 4 മണി ആവാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഇതാ ഇവിടെയാണ് എത്തിയത് കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റ് വിത്ത് ബാറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് എല്ലാവരും കയറാണ്. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് മീൻകറി മാത്രം അവിടുത്തെ പറ്റിയില്ല കേട്ടോ. ഒരു എരിവും പുളിയൊന്നും ഇല്ലാത്തൊരു മീൻകറി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അവിടുത്തെ മീൻകറി. ഞങ്ങൾ ആരും അങ്ങനെ വല്ലാണ്ട് കഴിക്കുകയും ചെയ്തിട്ടില്ല കേട്ടോ മീൻകറി. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിതാ നേരെ സൗത്ത് ഗോവയിലേക്ക് വിട്ടു കേട്ടോ. സൗത്ത് ഗോവയിൽ ഒരു ബീച്ചിൽ വന്നതാണ്. ബാഗ ബീച്ചിനേലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടെ നമ്മൾ സമാധാന സന്തോഷമൊക്കെ ആഗ്രഹിച്ചാൽ നേരെ ഇങ്ങോട്ട് വിടണം. ബാഗ ബീച്ചിൽ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ ഇവിടെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ട് അടിപൊളിയാണ് കേട്ടോ. പിള്ളേരെയൊക്കെ കൊണ്ട് ഇങ്ങനെ നൈറ്റ് വന്നിരിക്കാനായിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ എന്താ പിള്ളേർക്ക് മണ്ണ് വാരി കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവരും ഹാപ്പിയായി. അവരവിടെ ഇരുന്ന് മണ്ണൊക്കെ വാരി രണ്ടുപേരും കൂടി ഇരുന്ന് കളിയായിരുന്നു. ഞങ്ങൾ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ ആസ്വദിച്ച് ഏട്ടനും മണിച്ചേട്ടനും 2 ബിയറൊക്കെ വാങ്ങി അടിച്ച് അങ്ങനെ ചില്ല് ചെയ്ത് അങ്ങനെ ഞങ്ങളവിടെ നടന്നു കേട്ടോ. അങ്ങനെ രാത്രി 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ സൗത്ത് ഗോവയിൽ നേരെ മംഗലാപുരത്തേക്ക് പിടിച്ചു. മംഗലാപുരത്ത് ഞങ്ങൾ മോർണിംഗ് ഒരു 6 മണി 5:30 ആയപ്പോഴേക്കും എത്തിച്ചേർന്നു. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിറ്റേന്ന് എണീക്കുമ്പോഴത്തേനും ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആവാറായിട്ടോ. നല്ല ഓണം കിടന്നുറങ്ങി. അപ്പോൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന്. അങ്ങനെ മംഗലാപുരത്ത് ഫേമസ് ആയിട്ടുള്ളൊരു കടയിലേക്ക് വന്നതാണ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ലൊരു താലിയാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. പിന്നെ സ്പെഷ്യൽസ് ആയിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ചിക്കൻ ചുക്കയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങളത് അവിടെ അടുത്തുള്ള ഹാർബറൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാറിൽ ഒരു ഡ്രൈവിന് പോയതാണ് കേട്ടോ. അവിടുത്തെ മംഗലാപുരം സിറ്റിയും പിന്നെ ഹാർബറും ഒക്കെ മണിച്ചേട്ടൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹാർബർ. അങ്ങനെ നേരെ അവരുടെ ഫ്ലാറ്റിലെത്തി ഞങ്ങൾ റെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ രാത്രിത്തേക്കുള്ള ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ബോട്ടിൽ നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാർ അവിടെ നിർത്തിയിട്ടിട്ട് ബോട്ടിലാണ് നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേർക്കൊക്കെ ബീച്ച് കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ. അവർക്ക് ആ ബക്കറ്റും കൂടി കിട്ടിയത് കൊണ്ടിട്ട് കളിപ്പാട്ടം ബക്കറ്റ് അത് കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ബീച്ചിൽ പോയിട്ട് മണ്ണ് വാരി കളിക്കാനെന്നും പറഞ്ഞ് ബക്കറ്റൊക്കെ പിടിച്ചാണ് കുട്ടികളൊക്കെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബോട്ടിലെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി മൂഡായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ബീച്ചിലെത്തി പിള്ളേരൊക്കെ കളി തുടങ്ങി. ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ തിരിച്ച് അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് വിടാണ്. അപ്പോൾ 12:40 രാത്രി ആയിരുന്നു ഞങ്ങളുടെ ട്രെയിന്.
മണിച്ചേട്ടൻ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കി തന്ന് ഞങ്ങളിത് ആ ട്രെയിനിൽ കയറി. അപ്പോൾ എല്ലാവരും ഉറക്കത്തിൻ്റെ സമയമായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ട്രെയിനിൽ ഇങ്ങനെ നൈറ്റ് യാത്ര. സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്തിട്ട് വിത്ത് AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ആസ്വദിച്ച് കിടക്കുകയാണ്. അച്ഛൻ്റെ മോനോട് മേളത്തെ ഭാഗത്തിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി. പിറ്റേന്ന് മോർണിംഗ് ആയപ്പോഴേക്കും ഞങ്ങളിതാ എറണാകുളം ജംഗ്ഷൻ എത്തിച്ചേർന്നു കേട്ടോ. അവിടെ ഞങ്ങളെയും കാത്ത് എൻ്റെ അച്ഛൻ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഗോവൻ ട്രിപ്പ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബായ്.